നമസ്കാരം. കേരള പാഠാവലിയിലെ 9ാം ക്ലാസ്സിന്റെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠത്തിലേക്ക് പോകാം. അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം എന്നാണ് പാഠഭാഗം. അതിന്റെ ഈ ഒരു പാഠത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ജീവചരിത്ര പുസ്തകമാണ്. അതായത് ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന PK ഗോപാലകൃഷ്ണന്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഒരു പാഠഭാഗം, അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം എന്ന പാഠഭാഗം എടുത്തിരിക്കുന്നത്. അതിന്റെ തുടക്കത്തിൽ തന്നെ ജാതിഭേദം, മതദ്വേഷം ഇതൊന്നും ഇല്ലാതെ വാഴുന്ന സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണെന്നത് അരുവിപ്പുറത്ത് ഗുരു താമസിച്ചിരുന്ന പർണശാലയിൽ എഴുതി വെച്ചിരിക്കുന്ന വരികളാണ്. അപ്പൊ ഗുരു 1888 ഈ ഒരു സന്ദേശമാണ് ആധുനിക ഭാരതത്തെ പറ്റി ശ്രീനാരായണ ഗുരു വിശകലനം ചെയ്തതും ലോകത്തിന് നൽകിയത്. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ സർവരും സഹോദരന്മാരായി ജീവിക്കുന്ന ഒരു ലോകമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. അപ്പൊ ഇതിനകത്ത് ആദ്യം അദ്ദേഹം CV കുഞ്ഞിരാമനുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാമി പറഞ്ഞ ഒരു ഭാഗം അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ദേശം, കാലം, അവസ്ഥകൾ ഇവ നേരിടുന്ന ആവശ്യങ്ങളാണ് പലപ്പോഴും മുഖ്യമായിട്ട് ആവശ്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഹിംസ, കൊല്ലൽ കലശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അഹിംസയ്ക്ക് കൂടുതൽ പ്രാധാന്യം വരും. ബുദ്ധന്റെ കാലത്ത് ഹിംസ, കൊല്ലൽ കൂടുതലായിരുന്നു. അതിനാൽ അഹിംസയ്ക്ക് ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു. നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ മതത്തിൽ, ഇസ്ലാം മതത്തിൽ സാഹോദര്യത്തിന് പ്രാധാന്യമുണ്ട്. അപ്പൊ ഇന്ന് ജാതി മതത്തിന്റെ പേരിലുള്ള മത്സരത്തിൽ നിന്ന് ഇന്ത്യയെ മുക്തരാക്കുകയാണ് നാം വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ തുടർന്നാണ് തന്റെ പ്രസിദ്ധമായ ഈ വരികൾ, അതായത് ജാതിഭേദം, മതദ്വേഷം എന്നുള്ള വരികളിലൂടെ അദ്ദേഹം ഭാരതത്തിന് നൽകിയ ഒരു സന്ദേശം, അത് ലോകം മുഴുവൻ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഉപദേശം 1888 അദ്ദേഹം നൽകി എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത വർഷം അരുവിപ്പുറത്ത് ശിവരാത്രി ആഘോഷത്തിന്റെ സമയത്ത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ, അതായത് പാടങ്ങളിൽ പണിയെടുക്കുന്നവരായ സാധാരണക്കാരായ മനുഷ്യർ അരുവിപ്പുറത്ത് ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നു. അപ്പൊ അദ്ദേഹം ആദ്യം അവിടെ ഒരു പ്രസംഗം നടത്തുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പറയുകയായിരുന്നു. കാരണം ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, 6ാം ക്ലാസ്സിൽ കെട്ടുകല്യാണമൊക്കെ പഠിച്ചവരാണ് നിങ്ങൾ. ഗുരുവാണ് പല ആചാരങ്ങളെയും ദുരാചാരങ്ങളാണെന്ന് കണ്ട് മനസ്സിലാക്കി അത് കേരളത്തിൽ ഉടനീളം നടന്ന് വീടുകളിൽ ചെന്ന് പ്രസംഗിച്ച് അവരെ പഠിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇല്ലാതാക്കിയ ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹം തനിക്ക് ലഭിച്ച ആ ഒരു സിദ്ധിയെ സ്വന്തം മോക്ഷത്തിനെ ഉപയോഗിക്കാതെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു സന്യാസി വര്യനായിരുന്നു. അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്, ശിവരാത്രിയുടെ ആഘോഷ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, വലിയ വെടിക്കെട്ടുകൾ, ആന എഴുന്നള്ളിപ്പ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ആരാധനകൾ ആഡംബരമില്ലാത്തതാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പൊ അർദ്ധരാത്രിയായപ്പോൾ ഒരു വലിയ യോഗം അവിടെ വന്നു ചേർന്ന് കൂട്ടർ വന്നു. അപ്പൊ അദ്ദേഹം വെയിൽ കൊണ്ട് കരുവാളിച്ച് ദേഹപ്രകൃതിയുള്ള ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും മാറിയിരിക്കുന്നത് കണ്ട്. അവരൊക്കെ കർഷക തൊഴിലാളികളായിരുന്നു. പകല് മുഴുവൻ പണിയെടുത്തിട്ട് ഈ ആലുവ മണപ്പുറത്തുള്ള ശിവരാത്രി മഹോത്സവം കണ്ട് അതിന്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്നവരാണ് അവർ. അപ്പൊ ഈ പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ പൂർവികരും കാലങ്ങളായി നമുക്ക് ആഹാരത്തിനായി പണിയെടുക്കുന്നവരാണ്. അപ്പൊ പണക്കാർ അവരുടെ നന്മയെ കൊയ്തെടുക്കുന്നു. അപ്പൊ പണ്ടത്തെ കാലത്ത് മടിശീലയിൽ നെല്ലുമായി വരുന്ന ആളാണ് ഈ പാവം കൃഷിക്കാരൻ. ചിലപ്പോൾ അവന് നെല്ല് പോലും കൂലിയായിട്ട് കൊടുക്കാറില്ല. ആഹാരം ഇഷ്ടംപോലെ ജന്മിക്കായി പണിയെടുത്ത് ധാരാളം നെല്ലൊക്കെ കൊയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആഹാരത്തിന് ചിലപ്പോൾ അവർക്ക് യാതൊരു വകയും ഉണ്ടാവില്ല. എന്നാൽ അവരെപ്പോഴും സമൂഹത്തിൽ അകറ്റി നിർത്തപ്പെട്ടവരാണ്. അപ്പം ഗുരുവിന്റെ സൃഷ്ടി ഈ ഇരിക്കുന്ന ആൾക്കാരിലേക്ക് തിരിഞ്ഞു, കാരണം അവര് മാറിയിരിക്കുകയാണ് മറ്റുള്ളവരിൽ നിന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനെ വേർതിരിച്ചിരുത്തുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം അവരിൽ നിന്ന് 2 കുട്ടികളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവരെ അദ്ദേഹം വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ 2 വശത്തായിട്ട് ഇരുത്തി. മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിന്റെ മക്കളാണെന്ന് ഗുരു പറഞ്ഞു. എന്നിട്ട് ഗുരുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. അപ്പൊ ഈ വാക്കുകൾ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. എന്താണ് ഗുരു പറഞ്ഞു? മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിന്റെ മക്കളാണ്. ഇതുകൊണ്ടും അവസാനിച്ചില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ മഠത്തിലുള്ള വരികൾ മറ്റൊരാളിനെ കൊണ്ട് വായിപ്പിച്ചു. അപ്പൊ ഗുരുവിന്റെ ആ സന്ദേശം ജനങ്ങളെ ഒരു പുതിയ ലോകത്തേക്ക് ഉയർത്തി. കേരളത്തിൽ ഇന്നും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന, അതായത് ജാതിക്കും മതത്തിനും പ്രാധാന്യം കൽപ്പിക്കാതെ ഭാരതത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പൊ ഈ ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഗ്രാമർ പോർഷനാണ്. വായിച്ചു എന്നത് കേവലക്രിയയാണ്, ആരുടെയും സഹായമില്ലാതെ ചെയ്യുന്ന ക്രിയ. വായിപ്പിച്ചു എന്നുള്ളത് പ്രയോജക ക്രിയയാണ്, അത് മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ വായിച്ചു, കേവലക്രിയ, വായിപ്പിച്ചു,
പ്രയോജക ക്രിയ. അതുപോലെ കുളിച്ചു എന്നുള്ളത് കേവല ക്രിയ, കുളിപ്പിച്ചു എന്നുള്ളത് പ്രയോജക ക്രിയ. ഇങ്ങനെയുള്ള ക്രിയാപദങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഗുരു ദർശനങ്ങളിൽ എപ്പോഴും ഒരു മാനവികത, മനുഷ്യത്വം ഉണ്ടായിരുന്നു. ഗുരുവാണല്ലോ പറഞ്ഞത്, ഗോവിന് പശുക്കൾക്ക് ഗോത്വമാണ് ജാതിയെങ്കിൽ മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി എന്ന് മനുഷ്യനെ പഠിപ്പിച്ച വ്യക്തിയാണ് ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സൂക്തം മനുഷ്യനെ പഠിപ്പിച്ചു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊരു സാർവ സാഹോദര്യ ചിന്ത ജനങ്ങളിൽ വരുത്തിയ ഒരു ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു. ജാതി വിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ചു. മനുഷ്യജാതി എന്ന വിശാലമായ ആശയം ലോകം മുഴുവൻ അദ്ദേഹം പ്രചരിപ്പിച്ചു. മാത്രമല്ല, അന്ധവിശ്വാസങ്ങളിൽ അനാചാരങ്ങളിൽ മുഴുകിയിരുന്ന ജനതയെ വിദ്യാഭ്യാസത്തിന്റെ നവീകരണത്തിലേക്ക് നയിച്ച ഒരു മതാചാര്യൻ കൂടിയാണ് അദ്ദേഹം. മതാചാര്യനല്ല, സാമുദായിക ആചാര്യൻ കൂടിയാണ് അദ്ദേഹം. ഇതിന്റെ കൂടെയും ഇതിന്റെ ഒരു നോട്ട് ചേർക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ.